കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ പിണ്ടിമന ഡിവിഷൻ സ്ഥാനാർത്ഥി സനൽ സഹ്യാദ്രിക്കെതിരെ ബിജെപി നടപടിയെടുത്തേക്കും. പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വത്തിന്റെ പിന്തുണ ലഭിച്ചില്ലെന്നും വേണ്ടത്ര ഫണ്ട് നൽകിയില്ലെന്നും ബിജെപി നേതാക്കൾ ലക്ഷങ്ങൾ പിരിച്ചെടുത്തതും ഉൾപ്പെടെ ഗുരുതര ആരോപണങ്ങളുമായി അദ്ദേഹം രംഗത്തുവന്ന സാഹചര്യത്തിലാണ് നീക്കം. പരസ്യപ്രതികരണവുമായി ബന്ധപ്പെട്ട് സനൽ സഹ്യാദ്രിയോട് സംസാരിക്കുമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് സിന്ധു പ്രവീൺ പറഞ്ഞു. ബി.ജെ.പിയുടെ പിണ്ടിമന പഞ്ചായത്ത് സമിതിയുടെ വൈസ് പ്രസിഡന്റായ സനൽ സഹ്യാദ്രി കടുത്ത ആരോപണങ്ങളാണ് ബി.ജെ.പി എറണാകുളം ഈസ്റ്റ് ജില്ലാ നേതാക്കൾക്കെതിരെ ഉന്നയിച്ചത്. നേതാക്കൾ ലക്ഷങ്ങൾ പിരിച്ചെടുത്തെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിച്ചില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു. പ്രചരണ പ്രവർത്തനങ്ങളിലും നേതാക്കളുടെ സഹകരണം ഉണ്ടായില്ല. ഫോട്ടോഷൂട്ട് നടത്തുക മാത്രമാണ് നേതാക്കൾ ചെയ്തത്. നമ്മുടെ ജില്ലയുടെ ചുമതലയുള്ള ഒരാൾ പറഞ്ഞു, ഞാൻ കൂപ്പൺ തരാം, നീ പോയി പിരിച്ചോളാനാ പറയാം. കാരണം നമ്മൾ പിരിവായിട്ട് കിടക്കേണ്ടത് ഈ വാർഡുകളിലുള്ള സ്ഥാനാർത്ഥികളുടെ പിരിക്കേണ്ട ആളുകളുടെ അടുത്ത് തന്നെയൊക്കെ. വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ കാശ് അവിടെ നിന്ന് ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ട് ഓടുമ്പോൾ നമ്മൾ പോയി പിരിക്കണം, ശരിയാണോ? പിന്നെ ഒരു കാര്യമുള്ളത്, പല ജില്ലാ നേതാക്കന്മാരും പല ഭാഗങ്ങളിൽ നിന്നും ലക്ഷങ്ങൾ രൂപ പിരിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും വാർഡുകളിലേക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല, പഞ്ചായത്തിലേക്കും കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. ഇതൊക്കെ ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, പെടേണ്ടതും പെടുന്നതും. ഇതൊക്കെ നിങ്ങൾ സ്വയം ചിന്തിക്കുക. കാരണം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയുള്ള പൈസയ്ക്ക് വേണ്ടി വാർഡുകളിലെ സ്ഥാനാർത്ഥിയും മറ്റുള്ളവരും നെട്ടോട്ടോടുമ്പോഴാണ് നിങ്ങൾ കൂപ്പൺ വെച്ച് ഇപ്പോൾ മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ പിരിച്ചിട്ട് പോയിട്ടുള്ളത്. 10,000, 20,000 ലക്ഷങ്ങൾ രൂപയൊക്കെ പിന്നെ പഞ്ചായത്ത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ പിരിച്ചിട്ട് പോയിട്ടുള്ളത്. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളോട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പിണ്ടിമന ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് സനൽ. തനിക്കും പഞ്ചായത്തിലെ മറ്റ് സ്ഥാനാർത്ഥികൾക്കും പാർട്ടി നേതൃത്വത്തിന്റെ പിന്തുണ ഒരു ഘട്ടത്തിലും ലഭിച്ചില്ലെന്നും സനൽ പറയുന്നുണ്ട്. തന്നെ ഉൾപ്പെടെ നേതാക്കൾ നിർബന്ധിച്ചാണ് സ്ഥാനാർത്ഥികളാക്കിയത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് പാർട്ടിയിൽ നിന്നും നൽകുമെന്നായിരുന്നു വാഗ്ദാനം. നാമമാത്രമായ ഫണ്ടാണ് നൽകിയത്. അതായത് പഞ്ചായത്ത് സമിതിയാണ് ഇതിനുവേണ്ടി പൂർണ്ണമായിട്ട് ഓടിയിടന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത്. നമ്മൾ നിർബന്ധിച്ച് ആണ് പലരെയും നിർത്തിയിട്ടുള്ളത്. പലരും കൂലിപ്പണി ചെയ്ത് നടക്കുന്നവരെയൊക്കെ പിടിച്ചു നിർത്തി, സ്ത്രീകൾ ഓരോ ജോലിയായിട്ട് പോകണം, കടകളിൽ പോകണം, അങ്ങനെയുള്ളവരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് അവരെ വഴിയാതരാക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇപ്പോൾ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 10,000 രൂപ അത് പല ഘട്ടത്തിലാണ് കിട്ടിയത്. ആദ്യം ഒരു 3,000 രൂപ കിട്ടി, പിന്നെ 2,000, അവസാനം തെരഞ്ഞെടുപ്പിന് ഒരു തൊട്ട് മുമ്പാണ് ഒരു 5,000 രൂപ കിട്ടിയത്. അപ്പോൾ ആ 5,000 രൂപ കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ പല വാർഡുകളിലും പല സ്ഥാനാർത്ഥികൾക്കും എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലും കൂടെ നടക്കുന്നവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ പോസ്റ്റ് അടിക്കാനൊക്കെ ചെലവഴിക്കാറുണ്ട്. സ്ഥാനാർത്ഥികളായവരെ വഴിയാധാരമാക്കുന്ന സമീപനമാണ് ജില്ലാ നേതാക്കളിൽ നിന്നുണ്ടായത്. പാർട്ടിയിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സ് മടുപ്പിക്കുന്ന രീതിയാണ് ഉണ്ടായത്. മുമ്പൊന്നും നേതാക്കളുടെ ഇടപെടൽ ഇങ്ങനെയായിരുന്നില്ലെന്നും സനൽ സഹ്യാദ്രി ആരോപിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് നമുക്ക് നേതൃത്വത്തിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിക്കാതിരുന്നിട്ടുള്ളത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് നേതൃത്വപരമായിട്ട് മണ്ഡലത്തിൽ നിന്നും അതായത് ജില്ലയിൽ നിന്നൊക്കെ ഒരു അന്വേഷണമെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യം പല വാർഡുകളിലും നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് അവർക്ക് എന്ത് സംഭവിച്ചു, അവരെന്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ള ചിന്ത പോലും അവർക്ക് ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയ വഴിയുള്ള സനൽ സഹ്യാദ്രിയുടെ പ്രതികരണം നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ഗുരുതര ആരോപണങ്ങളായതിനാൽ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് എടുക്കേണ്ടി വരും. സനലിനെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. അദ്ദേഹത്തോട് സംസാരിക്കേണ്ടതുണ്ടെന്ന് മണ്ഡലം പ്രസിഡന്റ് സിന്ധു പ്രവീൺ പറഞ്ഞു. GTV ന്യൂസ്, കോതമംഗലം.